Hello, good morning all. Good morning, ma'am. Good morning. Hello. അപ്പൊ നമ്മള് ലേബർ റൂമാണ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ലേബർ റൂമാണ്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ. വായിച്ചു നോക്കിയിരുന്നോ? ലേബർ റൂം വായിച്ചു നോക്കിയിരുന്നോ? ലേബർ റൂമിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മെയിൻ ആയിട്ട് കുറെ ലേബർ റൂമിന്റെ ഉപയോഗവും അതിൽ ശിശുക്കളുടേതായിട്ടുള്ള പരിചരണ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ചാപ്റ്ററിന്റെ നമ്പർ ആണെന്നുള്ളത് ചോദിക്കേണ്ടത്. ലേബർ റൂം 29 ആണെന്ന് തോന്നുന്നു. ഒരു ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ എടുത്തു നിർത്തിയിരിക്കുന്നത് എവിടെ വരെയാണ്? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് അവിടെ വരെയല്ലേ എടുത്തിരിക്കുന്നത്? ആണോ? ഒന്ന് ആരെങ്കിലും പറയാമോ എവിടെ വരെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്? ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എവിടെ വരെയാ എടുത്തു നിർത്തിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ലേബർ വാർഡ് പ്രോട്ടോകോൾസിന്റെ ലാസ്റ്റ് വരെ, സ്റ്റാഫ് വരെ. ലേബർ വാർഡ് പ്രോട്ടോകോൾസിന്റെ ലാസ്റ്റ് വരെ അല്ലേ. മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി എടുത്തിട്ടില്ല. ഞാൻ എടുത്തതായിട്ട് തോന്നുന്നുണ്ടല്ലോ. വേറെ ആരെങ്കിലും ഇൻ കേസ് ആരെങ്കിലും ക്ലാസ് മാറിയാണോ എടുത്തേക്കുന്നതെന്ന് അറിയില്ലല്ലോ. നിങ്ങളൊന്ന് കൂടി നോക്കുക. നമ്മളെ മെഷർ ഇത് എടുത്തില്ലായിരുന്നു. മെഷർ ടു മെയിൻറ്റെയിൻ സേഫ്റ്റി അതെടുത്തില്ലായിരുന്നോ? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് മുതൽ എടുക്കണമോ? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് നമ്മൾ എടുത്തതല്ലേ. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് അപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചോളൂ. അല്ലല്ലോ, ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ഞാൻ എടുത്തതല്ലേ. അത് മുതൽ എടുക്കാവോ മാം? അത്ര ക്ലിയർ ആയില്ല. ഓക്കെ, എടുത്ത് തരാം. റിപ്പീറ്റേഷൻ നോക്കാം. സമയത്തിനനുസരിച്ച് എന്തായാലും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ കേസ് എടുത്തോടത്തോളം വരെ എത്രയാണെന്ന് പറയാമോ കൃത്യമായിട്ട്? ഇതിന്റെ 2 പോയിന്റ് മാം. ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ അതുവരെയാണോ? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അത്. അവിടെ അതെ, ഞാൻ മനസ്സിലാക്കിയോടത്തോളം അവിടെ തുടങ്ങിയാണ് എടുക്കേണ്ടത്. കാരണം ഞാൻ 2 ക്ലാസ്സുകളിൽ എടുക്കണ കാരണം കൊണ്ട് അവിടെയാണോ ഇവിടെ തുടങ്ങി നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ മൈൻഡില് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോ ഇവിടെ തുടങ്ങിയാണ് അല്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞത്? അതായത് കുറച്ച് സമയം എന്തായാലും നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് പോവാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് അല്ലെ, അതാണല്ലേ നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് പറഞ്ഞത്? ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് ആ പ്രോട്ടോകോൾസ് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് പോകാം. അപ്പൊ അതിന്റെ പ്രോട്ടോകോള് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. Okay.
ഓക്കെ, നമ്മള് അപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബർ റൂമിൽ നമുക്കറിയാം നമ്മുടെ പ്രഗ്നൻസ് ആയിട്ടുള്ള അവരുടെ ടൈം കറക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് ആണ് നമ്മളെ അവിടേക്ക് ലേബർ റൂമിലേക്ക് കൃത്യമായിട്ടുള്ള ടൈമില് കയറാനുള്ള നിർദ്ദേശങ്ങൾ നഴ്സുമാരെ അതനുസരിച്ചിട്ടാണ് വ്യൂമൻസ് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അവിടെയുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് അവർക്ക് ഇന്ന സമയത്ത് വരണം, ഇന്ന ഡ്രസ്സുകൾ വെയർ ചെയ്യണം, അത് അവർക്കുമുണ്ട്, ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും കീപ്പ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിക്കും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പ്രോട്ടോകോൾസ് ആണ് അതിന് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. The protocols for the labor ward offer explicit instruction of managing ward activities. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ നമുക്കറിയാലോ, ഇൻ കേസ് ചിലർക്ക് അറിയാം പെയിൻ വന്ന് നല്ല കറക്റ്റ് ടൈമിലായിരിക്കും അവര് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നത്. പക്ഷെ ചിലരെല്ലാം നേരത്തെ കൂടി അപ്പോയിന്റ് എടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് അതിനനുസരിച്ചുള്ള പെയിൻ വരാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ ആ പെയിന്റെ ഇനീഷ്യൽ സ്റ്റേജ് അല്ലെ, കറക്റ്റ് സജീവമായിട്ടുള്ള സ്റ്റേജ് നഴ്സുമാരെ ഡോക്ടേഴ്സിന് ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇനിയുള്ള ഈ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് വരണം, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ, അതാണോ ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോൾ ഓഫ് ദ ഫോർ ദ ലേബർ വാർഡ് ഓഫർ. കണ്ണിന് ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത് കൊണ്ട് വായിക്കുമ്പോൾ ഞാൻ താഴെ നോക്കി വായിക്കട്ടെ. ക്ലാസ് എന്തായാലും സ്ക്രീനിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രോട്ടോകോൾ ഫോർ ദ ലേബർ വാർഡ് ഓഫർ എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ മാനേജിങ് വാർഡ് ആക്ടിവിറ്റീസ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ആക്ടിവിറ്റീസ് ആൻഡ് എൻഷുറിംഗ് ദ വാർഡ് ഓപ്പറേറ്റീവ്സ് എഫക്റ്റീവ്ലി ആൻഡ് ഡെലിവേഴ്സ് എക്സലന്റ് മെഡിക്കൽ കെയർ പ്രഗ്നന്റ് വുമൺ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച വൈദ്യസഹായം ഈ പ്രഗ്നന്റ് വുമണെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അവർക്ക് ഓഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവരുണ്ടാക്കിയിരിക്കുന്നത്, പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള നല്ല പരിചരണം ഈ വ്യക്തികൾക്ക്, അതായത് വുമൻസിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത് ആക്ടിവിറ്റീസ് എൻഷുറിംഗ് ദ വാർഡ് ഓപ്പറേറ്റീവ്സ് എഫക്റ്റീവ്ലി ആൻഡ് ഡെലിവേഴ്സ് എക്സലന്റ് മെഡിക്കൽ കെയർ. പ്രധാനമായിട്ടും നല്ല മെഡിക്കൽ കെയർ ഈ പ്രഗ്നന്റ് വുമണെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം, ഇവര് വ്യക്തമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് ടു, അതായത് ഈ നിർദ്ദേശങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് എൻകംപസ് ദ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ, വാർഡ് റെഗുലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സെട്ര. അതായത് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഒരു ഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട്, അതായത് ഭരണപരമായിട്ട് ഇതിന്റെ ലേബർ റൂം യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എൻകംപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾക്കൊള്ളുന്നു, അതിൻ്റെതായ നയങ്ങളുണ്ട്. നമുക്കറിയാം വേസ്റ്റുകൾ, ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ, നമ്മള് വില്ലേജ് വേസ്റ്റ് ഒക്കെ പറഞ്ഞതാണ്, അവിടെ ഉണ്ടാവുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല. കുട്ടികളെ പുറത്തെടുക്കുമ്പോൾ കുട്ടിയെ മാത്രമാണ്, അതിൻ്റെതൊപ്പം തന്നെ വരുന്ന കുറെ വേസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്, നിക്ഷേപിക്കേണ്ടതുണ്ട്. ഇൻ കേസ് അവിടെ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഷാർപ്പണായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ലേബർ റൂമിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിലും അതും കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്. അങ്ങനെ കുറെ നയങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റേതായ കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് വൺ പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് എൻകംപസ് ഉൾക്കൊള്ളുന്നത് ദ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ട്രാഫിക് കൺട്രോൾ. ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ ട്രാഫിക് ആയിട്ടുള്ള, അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ നല്ല ട്രാഫിക്കായിട്ട് നല്ല സുഗമമായിട്ട് ലേബർ റൂമിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാവാം. വാർഡ് റെഗുലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാർഡിന്റേതായ നല്ല കൃത്യമായിട്ടുള്ള കാര്യതത്വത്തിന് വേണ്ടിയിട്ടാവാം. ഇൻ കേസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ദുരന്തങ്ങൾ, അല്ലെ, വില്ലേജ് വേസ്റ്റ് പോലെ എന്തെങ്കിലും ആ വേസ്റ്റിൽ നിന്നും ദുരന്തങ്ങളും അണുക്കളുടെ പ്രസരണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളൊക്കെ ആയിരിക്കും. ആ നയങ്ങളെല്ലാം പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നു ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എക്സെട്ര.
അതായത് ക്ലിനിക്കലായിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ശുപാർശ അല്ലെ, ചികിത്സാപരമായിട്ടുള്ള ശുപാർശകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശാന്തമായിട്ട് തന്നെ ഇവരെ കൈകാര്യം ചെയ്ത് സംരക്ഷിക്കാനായിട്ട്, അതായത് വുമൺസിനോടൊക്കെ അവർക്ക് പെയിൻ ആയിരിക്കും, അവരോട് ശാന്തമായി തന്നെ പെരുമാറാനായിട്ട് ശ്രമിക്കണം. മാനേജ്മെന്റ് ഓഫ് ലേബർ, അവരുടെ മാനേജ്മെന്റ്, അവരുടെ മേൽനോട്ടം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള മേൽനോട്ടമായിരിക്കണം. പിന്നെ പോസ്റ്റ്മോർട്ടം കെയർ, പ്രസവാനന്തരമുള്ള ശുശ്രൂഷകൾ അല്ലെ, പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷകളെല്ലാം കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യണം. ന്യൂ ബോൺ കെയർ, പുതിയ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട അതിന്റെ കെയർ കൊടുക്കും. നമ്മൾ രണ്ട് രീതിയിൽ നോക്കണം അല്ലെ, പേഷ്യന്റിനെയും നോക്കണം, ഒപ്പം തന്നെ കൊച്ചുകുട്ടിയാണ്, രണ്ട് പേഴ്സണും വ്യക്തമായ കെയർ ഇവര് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കാനായിട്ട് ഇവര് മാനസികമായിട്ട് ബാധ്യസ്ഥരാണെന്ന് പറയുന്നത്. ഇനി ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. അവിടെ പ്രധാനമായിട്ട് എന്താ പറയുന്നത്, കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള സംഭവം ടൂൾസോട് കൂടിയിട്ട് വേണം അവിടെ ലേബർ റൂമിലെ ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, രോഗിക്ക് നല്ല ഒരു ശുശ്രൂഷ ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്താ പറയുക, രോഗിക്ക് വേണം, ശിശുവിന് വേണം, അത് എല്ലാവർക്കും വേണം. പിന്നെ വിശ്വാസം മറ്റ് എന്താ പറയുക ദുരന്തങ്ങളൊന്നും അണുക്കളുടെ പ്രസരണമൊന്നും ഇല്ലാതിരിക്കാൻ നോക്കണം, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അവിടെ ആ ടേബിളിനോട് ചേർന്ന് എന്തെല്ലാം കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്, സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. റെസ്വൺ പറഞ്ഞു. ഫസ്റ്റ് വൺ പറയുന്നു റേഡിയന്റ് വാർണർ. അതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റേഡിയന്റ് വാർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്തെങ്കിലും കൊച്ചുകുട്ടിയൊക്കെ ആവുമ്പോൾ അതിൻ്റെതായ ചൂട്, കുട്ടി എന്താ പറയുക പ്രകൃതിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോ ആ ഒരു ചൂട് നിലനിർത്താനൊക്കെ ആയിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് പ്രകൃതിയോട് യോജിച്ച് വരാൻ ചിലപ്പോൾ ഒത്തിരി ടൈം വേണ്ടി വരും. അപ്പൊ അതിന്റെ ചൂട് കപ്പാസിറ്റി നിലനിർത്താൻ പറ്റിയ ഒരു മെഷീനാണ് അത് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്. അത് ബോഡി വാർമിംഗ് മെഷീനാണ്, അത് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ സ്റ്റെറിലൈസ്, നമുക്കറിയാം എല്ലാം അഴകുമുക്തമാക്കിയിട്ട് മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഫെറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും, അതായത് സാധാരണ രീതിയിൽ നമ്മുടെ എന്താ പറയുക പ്രസവത്തിനോട് ചേർന്ന മരപിള്ള അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊട്ടൽപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം. അതിനനുസരിച്ചുള്ള മെഷീൻസ് ഇൻ കേസ് കുട്ടി എന്താ പറയുക പ്രഗ്നൻസി ആയിരിക്കുന്ന ടൈമിൽ അവരുടെ ആ ഒരു ഇതില് കൃത്യമായിട്ടുള്ള ഈ ഡിപ്പ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മെഷീൻ അവർക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്, ഡോക്ടേഴ്സിന് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഡെലിവറിയുടെ ടൈമിനോട് ചേർന്ന് ചിലപ്പോൾ അവർക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ടെങ്കിൽ ആ ടൈമിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ആ മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം. ടോപ്പോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ അതിനുശേഷം കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മുടെ കുട്ടിയുടെ ഹൃദയമിടിപ്പൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇത്തരം മെഷീൻസ് എല്ലാം അവിടെ യൂസ് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. These tools are and accessories need to be cleaned, set aside and dried after each use. അതായത് ഇതിലെല്ലാം പറയുന്നത് ഇത്തരത്തിലുള്ള ടൂൾസുകളെല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം, ക്ലീൻ ചെയ്ത് വെക്കണം. ഓരോ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് അതായത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. All the labor room equipments must be in good functioning order and be prepared for usage according to staff. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രിപ്പയർഡ് യൂസ് അക്കോർഡിംഗ് ടു സ്റ്റാഫിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ എല്ലാ എക്യുപ്മെന്റ്സും അവിടെ ഗുഡായിട്ട് ഫങ്ഷനിങ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കണം. ഇപ്പൊ ഇൻ കേസ് ഈ മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ അത് വർക്കിംഗ് അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം ഓക്കെയാണ് എന്നുള്ളത് ഈ സ്റ്റാഫുകളും ചെക്ക് ചെയ്തൊക്കെ നോക്കി നിരീക്ഷിച്ച് വെച്ചിരിക്കേണ്ടത് ആണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ എടുത്തൊരു മാറ്റർ തന്നെയാണ്. കിട്ടിയോ? ഒന്നുകൂടിയും ഡിസ്കസ് ഒന്നുകൂടിയും പറയണമെന്ന് പറഞ്ഞാല് കേട്ടില്ലായിരുന്നോ? നോക്കി. ഹലോ, ക്ലിയർ ആയോ? ഞാൻ എന്നാ എടുക്കാനുള്ള പോർഷനിലേക്ക് പൊക്കോട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുകൂടി ഡൗട്ടൊക്കെ നമുക്ക് നോക്കാം. ക്ലിയർ ചെയ്തൊക്കെ പോകുന്നത് നമ്മളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡൗട്ടൊക്കെ നോക്കാം. ഇതിനിടയ്ക്കുള്ള ഇതുകൾ നമ്മൾ എടുക്കുന്നതിനൊപ്പമുള്ള ഡൗട്ടുകൾ നിങ്ങൾ മെസ്സേജ് ചെയ്യിക്കാം, നമുക്ക് നോക്കിപ്പോകാം. അപ്പൊ എടുക്കാനുള്ളതെന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാനുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതിൽ പറഞ്ഞായിരുന്നു അല്ലെ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതായത് അവിടുത്തെ പ്രധാനമായിട്ടും അവിടെ വേസ്റ്റുകൾ ധാരാളം വരാനായിട്ട് സാധ്യതയുണ്ട്. അണുക്കള് പ്രസരിക്കാൻ, ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ള ഒരു പ്ലേസ് ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല കൃത്യമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ടുള്ള വേസ്റ്റ് പിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമീകരണം അവിടെ ആവശ്യമാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നോക്കാം. Infection control refers to the policies and the procedures used to reduce the risk owing to infection spread. അതായത് അതില് നമ്മൾ എന്താ പറയുന്നത്, സാധാരണയായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അതിൻ്റെതായിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, നയങ്ങളും നടപടിക്രമങ്ങളും എല്ലാം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടി, ഇൻഫെക്ഷൻ ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും എല്ലാം സ്വന്തമായിട്ട് ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കും. Owing to infection spread, especially in a healthcare facility, അവരുടേതായ ഫെസിലിറ്റീസിൽ അവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഇതിനോട് ചേർന്ന് അങ്ങനെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതെന്നാ പറയുന്നത്, സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീനിങ് ദ ലേബർ റൂം. അതായത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ലേബർ റൂം ആവുമ്പോൾ അതിന് ചാൻസ് കൂടുതലായതുകൊണ്ട് സ്പെഷ്യൽ അറ്റൻഷൻ ഹോസ്പിറ്റലിൽ തന്നെ അവര് നിശ്ചയിച്ചിട്ടുണ്ടാവും. അവിടെ ഇത്തിരി കൂടി ക്ലീൻ ആക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അവിടെ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീനിങ് ദ ലേബർ റൂം. അതിന് അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നേരത്തെ കൂടിയുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Poor infection control practice in the labor and delivery room lays the patient's infant as well as the healthcare staff at risk. അതായത് നമുക്കറിയാം, ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒരുപക്ഷെ വുമണ് ചിലപ്പോൾ അത് എന്താ പറയുക മാനേജ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ കുട്ടി അല്ലെ, പുതിയ ശിശു ആയതുകൊണ്ട് ആ കുട്ടിക്ക് ഒന്നും ചിലപ്പോൾ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അത് പ്രകൃതിയിലേക്ക് ആദ്യം വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് രോഗങ്ങളുമായി പൊരുത്തപ്പെട്ട് വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് വയ്യായിലേക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് ഇൻ ലേബർ ആൻഡ് ഡെലിവറി റൂം ലേസ് ദ പേഷ്യൻസ് ഇൻഫന്റ് ആസ് വെൽ ആസ് ദ ഹെൽത്ത് കെയർ സ്റ്റാഫ് അറ്റ് റിസ്ക്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇൻഫെക്ഷൻസ് രോഗിക്ക് വരാം, സ്റ്റാഫിന് വരാം, അതിനോടൊപ്പം തന്നെ കുട്ടിക്കും വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിൽ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്, staff collecting waste should wear utility gloves and closed shoes. സ്റ്റാഫുകൾ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാം തന്നെ എന്താണ്, അവര് കൃത്യമായിട്ട് അവരെ പറയുന്നിരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെ, PPE കിറ്റ്, അതിൻ്റെതായ പേഴ്സണൽ പ്രൊട്ടക്ഷൻ കെയറോട് കൂടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ, ഗ്ലൗസുകളും എല്ലാം ധരിക്കേണ്ടതാണ്. ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അവരുടെ പാദങ്ങളെല്ലാം ഷൂ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം അവര് അവിടെ പ്രവേശിക്കേണ്ടത്. സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വേറെ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അതേമാതിരി തന്നെ അവരെ വേസ്റ്റുകൾ കളക്ട് ചെയ്യുമ്പോഴേ പ്രോപ്പർ ഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് വേസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആ ഉദ്ദേശിക്കുന്നത്. അവര് കൃത്യമായിട്ടും ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഗ്ലൗസുകളോ ഷൂസുകളൊക്കെ ധരിച്ചിട്ട് വേണം പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. Then waste to be gathered in a leak-proof containers. നമുക്കറിയാം, നമ്മൾ ശേഖരിക്കേണ്ടത് കളക്ട് ചെയ്യേണ്ടത് ലീക്ക് പ്രൂഫ്, ലീക്കേജൊന്നും വരാതെ ചോർച്ചയൊന്നും വരാത്ത തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലാണ് വേസ്റ്റുകളെല്ലാം നമ്മൾ ശേഖരിക്കേണ്ടത്. Then waste should be clear for disposal when 3-4 full. അതായത് മുക്കാഭാഗം ആവുമ്പോഴേക്കും എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ഇപ്പോ നമ്മൾ ഒരു കണ്ടെയ്നറിലാണ് എടുക്കണമെങ്കിൽ ആ കണ്ടെയ്നറിന്റെ മുക്കാഭാഗം ആവുമ്പോഴേക്കും വേസ്റ്റ് എവിടേക്കാണോ കൊണ്ട് വേസ്റ്റ് ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടേക്ക് തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. Then waste should be separated into infection and non-infection waste.
അതായത് വേസ്റ്റുകൾ നമ്മള് എന്തെങ്കിലും അസുഖം വരാവുന്നതും വരാതിരിക്കാതെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഡിസ്പോസിബിൾ ഓരോന്നിനും ഒരു ലേബിൾ ചെയ്തിട്ടുണ്ട്. ഹസാർഡ് വേസ്റ്റ്, അതായത് അപകടകരമായ വേസ്റ്റ്, അല്ലാത്ത വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ട്. അതേ പ്ലേസിൽ തന്നെയായിരിക്കണം ഓരോന്നുകളും നിക്ഷേപിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണെങ്കിൽ അതിനത്രയും കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻ ടു ഇൻഫെക്ഷൻസ് ആൻഡ് നോൺ ഇൻഫെക്ഷൻസ് വേസ്റ്റ്. ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. Then disinfect with bleaching mixture followed by a washing and water. അപ്പൊ ഡിസ്ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ നമ്മള് ബ്ലീച്ചിങ് മിക്സറൊക്കെ എന്തെങ്കിലും കെമിക്കൽ സംഭവങ്ങൾ, അതായത് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ടാവും. ഇത്ര പെർസെന്റേജ് നമ്മള് വില്ലേജ് ബേസിൽ പറഞ്ഞതാ അവര് ഇന്ന രീതിയിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നതൊക്കെ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലീച്ചിങ് മിക്സറൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. മോട്ടോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കാവുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ്. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു ചാപ്റ്റർ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അവരുടെ അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ അതിന് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. ഇത് നമ്മള് എന്താ പറയുക ആ വേസ്റ്റുകള് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം. അവിടെ പ്രധാനമായിട്ടും അവര് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകണം. പിന്നെ വീണ്ടും പറയുന്നത് ലീക്ക് ഇല്ലാവാത്ത കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ഒരു 3/4 ഭാഗം ആകുമ്പോഴേക്കും അത് ഡിസ്പോസ് ചെയ്യേണ്ടത് ഡിസ്പോസ് ചെയ്യണം. പിന്നെ സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്ഷൻ ആണോ ഇൻഫെക്ഷൻ ഇല്ലാത്തതാണോ അതനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക റീയൂസിന് പറ്റിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ മിക്സ്ചർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്ത് അതായത് സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാനോ? കണ്ടിന്യൂ ചെയ്യില്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ടല്ലേ? എന്ത് വലിയ പ്രശ്നമില്ലാത്തതാണ്, അതായത് വേസ്റ്റുകളും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, എനിവേ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ ചെയ്ത് പോവാം. ന്യൂ ബോൺ കെയർ എന്താണ് പറയുന്നത് നോക്കാം. അതായത് നെസസറി കെയർ അറ്റ് ബർത്ത് ഓഫ് ന്യൂ ബോൺ കമ്പൽസറി ഫോർ ഓൾ ലേബർ റൂംസ് ആൻഡ് obstetrics operation theaters of the delivery point. നമുക്കറിയാം കുട്ടിയെ നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടിയെ നമ്മൾ വളരെയധികം കെയർ ചെയ്യല. പേഷ്യന്റിനെ കെയർ ചെയ്യില്ല എന്നല്ല, പക്ഷെ പേഷ്യന്റിന് ഒരുപക്ഷെ നമ്മുടെ പ്രകൃതിയോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണം കുറെ കാര്യങ്ങളൊക്കെ പേഷ്യന്റിനും അറിയാം, നഴ്സുമാരുടെ ഡോക്ടേഴ്സൊക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പം. അതേസമയം കുട്ടി പുതിയ ഇതായതുകൊണ്ട് അവർക്ക് പ്രത്യേക കെയർ കൊടുക്കേണ്ടത്. നെസസറി കെയർ അറ്റ് ബർത്ത് ഓഫ് ന്യൂ ബോൺ ഇസ് കമ്പൽസറി. അത് മസ്റ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ടതാണ് ഫോർ ഓൾ ലേബർ റൂംസ് ആൻഡ് ഒബ്സ്റ്റെട്രിക്സ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓഫ് ദ ഡെലിവറി പോയിന്റ്. ഡെലിവറി ടൈമിൽ എല്ലാം വളരെയധികം ശ്രദ്ധ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അത് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ്, സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് നമുക്കറിയാലോ, ഒരു ഫസ്റ്റ് കുട്ടി ജനിച്ചു വരുന്നുള്ള ഫസ്റ്റ് കരച്ചിലാണ് ആ കുട്ടി ശ്വാസം നേടിയെടുക്കുന്നത്. കാരണം അതുവരെയും ആ കുട്ടിക്ക് സപ്പോർട്ടാണ് അമ്മ. അപ്പൊ അതെല്ലാം വ്യത്യസ്തമായിട്ട്. അപ്പൊ അതെല്ലാം വളരെ കെയർഫുൾ ആയിട്ട്, അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെയാണ് അവിടെ കയറുക അല്ലെ. എല്ലാവർക്കും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എക്സ്പീരിയൻസ് ഉണ്ടായാലും പറ്റില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ തന്നെ, ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ് ആൻഡ് സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്, അവിടെ ആവശ്യമാണ്. The service given at newborn care facilities consist of, അവിടെ പ്രധാനമായിട്ടും പുതിയതായിട്ട് വരുന്ന ശിശുവിന് വേണ്ടിയിട്ടുള്ള കെയറുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെയർ അറ്റ് ബർത്ത്, അതായത് ആദ്യം പറയുന്നത് നമ്മൾ ശ്രദ്ധ കൊടുക്കണം അല്ലെ, സുരക്ഷ കൊടുക്കണം. അവർക്ക് ബർത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് ബേസിക് കെയർ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും നമ്മൾ കെയർ കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ന്യൂ ബോൺ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ അല്ലെ, വരുന്ന കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെയാണ്, എന്തെങ്കിലും പ്രോബ്ലത്തോട് കൂടിയിട്ടാണോ അല്ലയോ ആണ് എന്നുള്ളത് ശ്രദ്ധയോട് കൂടി തന്നെ കെയറോട് കൂടിയിട്ട് തന്നെ ഇവര് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്
റെസ്യൂണിസേഷൻ നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? റെസ്യൂണിസേഷൻ എന്ന് പറയുന്നത് പുനരുജ്ജീവനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിക്ക് പെട്ടെന്ന് നമുക്ക് ഇൻ കേസ് ആ കുട്ടിക്ക് വരുമ്പോ തന്നെ ശ്വാസം എടുക്കാനായിട്ട് ഒരു വിറച്ചിലോട് കൂടിയിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇൻ കേസ് ആ കുട്ടിക്ക് അത് പെട്ടെന്ന് എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് നഴ്സുമാർ അത് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. അവർക്ക് അപ്പൊ തന്നെ കൊടുക്കണം. ചിലപ്പോൾ ഈ തട്ടിക്കഴിഞ്ഞാൽ തന്നെ കുട്ടി ഓട്ടോമാറ്റിക്കലി കറിയുന്ന പറയും. കുട്ടി ജനിച്ചു വരുമ്പോ തന്നെ ചിലപ്പോൾ ശ്വാസങ്ങൾ വലിച്ചെടുക്കാനായിട്ടുള്ള അടുത്ത മൊമെന്റിൽ തന്നെ അത് ചെയ്തിരിക്കണം. അപ്പൊ ഇൻ കേസ് അത് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് പോലെ ആ കുട്ടിക്ക് തട്ടി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അവർക്ക് അറിയാൻ പറ്റും. ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് പുനരുജ്ജീവനം. കുട്ടി എന്തെങ്കിലും സംതിങ് കാണിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കണം. അതായത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, പ്രധാനമായിട്ടുള്ള സിഗ്നൽസ് എന്തെങ്കിലും കാണിക്കുന്ന അല്ലെ, കുട്ടി ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, കരയുന്നതിൽ പ്രത്യേകതയുണ്ടോ, ഓക്കെ കണ്ണ് തുറക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പ്രത്യേക സിഗ്നൽസ് ഒക്കെ അവര് ശ്രദ്ധിക്കണം. അതാണ് വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ സർവീസ്, നമുക്കറിയാം പ്രതിരോധ ശേഷി അല്ലെ, കുട്ടിക്ക് ജന്മനാ തന്നെ കുറെ പ്രതിരോധ ശേഷിയായിട്ടാണ് കുട്ടി ഓൾറെഡി ഭൂമിയിലേക്ക് വരുന്നത്. കാരണം അമ്മയിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവൻ ചെയ്ത് കുട്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട സർവീസുകൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ കൊടുക്കുക. നമ്മൾ പറഞ്ഞല്ലേ ചൂട് ജസ്റ്റ് അവന് ഒരു പക്ഷേ കുട്ടിക്ക് ചൂട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീന്റെ സഹായമൊക്കെ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് കുറച്ച് ടൈം ആയിരിക്കും, അതിനുശേഷം കുട്ടി ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്തോളും. അത്രയും ടൈമിലേക്കെങ്കിലും അത് കൊടുക്കാനുള്ള സേവനം കൊടുക്കാനുള്ള കാര്യം. ചെക്ക് ഫോർ എനി ബോഡി ഇറഗുലാരിറ്റി, അതായത് നമുക്കറിയാം അല്ല ജന്മനാ തന്നെ എന്തെങ്കിലും ക്രമക്കേടുകൾ ജനിക്കുമ്പോ തന്നെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം അല്ലെ, അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് പറയുന്നത് ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി, എന്തെങ്കിലും ജന്മനാ ഉള്ള ക്രമക്കേടുകൾ ഉണ്ടോ എന്നുള്ളത് ഇവര് ചെക്ക് ചെയ്യണം. ഇതിന് പ്രീസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്, അതായത് മുലയൂട്ടുന്ന സംഭവങ്ങൾ അല്ലെ, എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയിട്ട് കുട്ടിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ടീവ്സ് നഴ്സുമാര് അവരെ പരിചരിക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എങ്ങനെയാണെന്ന്. അത്തരത്തിലുള്ള സപ്പോർട്ടീവോട് കൂടിയിട്ട് മുലയൂട്ടാനായിട്ട് ശ്രമിക്കുക. തന്നെ ലുക്ക് ഇൻ ടു ഹൈ റിസ്ക് ന്യൂബോൺ, അതായത് നമുക്ക് എന്തെങ്കിലും കുട്ടിക്ക് ഹൈ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെക്ക് ചെയ്യും. അവരുടെ ഹൃദയം വെടിപ്പാണെങ്കിലും ശ്വാസത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹൈ ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. റഫറൻസ് സർവീസ് എക്സെട്ര, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന സർവീസുകൾ എന്താണ് കൊടുക്കേണ്ടത്, ആ കുട്ടിക്ക് അങ്ങനെ പ്രോബ്ലംസ് വല്ലതും അവർക്ക് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ ആ കുട്ടിയെ എന്തെങ്കിലും കൊടുക്കണം അല്ലെ, എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വരും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്ത് അയക്കുക. ഏത് പ്ലേസിലേക്ക് ആവശ്യം അവരെ റെഫർ ചെയ്തിരിക്കുക. അപ്പൊ ആദ്യമായിട്ടുള്ള നമ്മുടെ കുട്ടിയുടെ പ്രധാനമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളിപ്പോഴും ബർത്തുമായി ബന്ധപ്പെട്ട കെയർ ചെയ്യണം, വളരെ ശ്രദ്ധയോട് കൂടിയാണ് അല്ലെ. കുട്ടിക്ക് ഇൻ കേസ് നമുക്കറിയാം ഒരു ആ മൊമെന്റില് വളരെ പ്രധാനപ്പെട്ട ടൈമാണ്. ഇൻ കേസ് കുട്ടിയുടെ എന്തെങ്കിലും സംതിങ് വന്നാൽ തന്നെ അത് കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് ആ ടൈം വളരെ പ്രധാനപ്പെട്ട ടൈമാണ്. അതുകൊണ്ട് കെയർ ചെയ്യണം. അതായത് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇൻ കേസ് വന്നാൽ തന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡോട് കൂടിയിട്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം. ഇൻ കേസ് അവരുടെ വൈറ്റൽ സയൻസ് പ്രധാനപ്പെട്ട സിഗ്നൽസ് അല്ലെ, അവർ കുട്ടി ജനിച്ചു ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കുട്ടി കാണിക്കണെന്നുള്ളതെല്ലാം ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അറിയാം. അവർ ട്രെയിൻഡ് പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. ഇൻ കേസ് അതിനെ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ ഇമ്മ്യൂണൈസേഷന്റെ സേവനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഇൻബോൺ ഇറഗുലാരിറ്റീസ് ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കുട്ടിയെ പാല് കുടിപ്പിക്കാനായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോട് കൂടിയിട്ട് അതിനുള്ള പ്രവർത്തനം നടത്തണം. പിന്നെ എന്തെങ്കിലും ഹൈ റിസ്ക് ഇവര് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെഫറൻസ് തയ്യാറാക്കി എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളും ഈ കുട്ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് ന്യൂ ബോണുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ.
ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഫോർ പ്രോപ്പർ ന്യൂബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. എന്താണ് പ്രോപ്പർ ആയിട്ട്? നമുക്കറിയാം, കുട്ടിയെ കൃത്യമായിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പരിചരണം ആവശ്യമാണ്. എന്തൊക്കെ അതിന്റെ ആ ഒരു ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് നോക്കാം. ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. നമ്മൾ അങ്ങനെ പരിശീലിക്കുന്നതിന്, അതായത് കുട്ടി നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മള് പുതിയതായിട്ടാണ് ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിനോട് പൊരുത്തപ്പെടേണ്ടി വരും. അപ്പൊ കുട്ടിക്ക് ചിലപ്പോൾ എല്ലാവരും ഇമ്മ്യൂണൈസേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ആ കുട്ടി ഒക്കെ ചെയ്യുന്നു അല്ലെ. അത് നമ്മുടെ പ്രകൃതിയോടെ അതിന്റെ എന്താ പറയുക വായുവും എന്താ പറയുക മറ്റു കാറ്റും എല്ലാവരും അത് അതിനോട് ഇണങ്ങിച്ചേർന്ന് വരികയാണ്. അപ്പൊ അതിനു മുമ്പ് കൊച്ചുകുട്ടി ആയതുകൊണ്ട് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോട് കൂടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. എപ്പോഴും കുട്ടിയെ പരിചരിക്കുന്നതിന് മുമ്പ് സ്ട്രിക്റ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. പിന്നെ റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. അതായത് നമ്മള് സാധാരണയായിട്ട് നമ്മളെ രണ്ട് കുട്ടികള് ജനിക്കുമ്പോ തന്നെ അവർക്കും പേഷ്യന്റിനും ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടിക്കും അതിൻ്റെതായ പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഒന്നിച്ചു ചേർത്ത് കിടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പറയുന്നത് റൂമിങ് ഇൻ ദ ബേബി വിത്ത് മദർ. മദറിനോട് ചേർത്ത്, മദറിന് പെയിൻ ആണെങ്കിൽ കൂടി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടിയും കുട്ടിയെ മദറിനോട് ചേർന്ന് കിടത്താനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കീപ്പിംഗ് ദ ബേബി വാം. അവർക്ക് ചൂട് അല്ലെ, മാതാവിന്റെ ചൂടാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ചൂടിന്റെ സംരക്ഷണം അവർക്ക് കൊടുക്കുക. പിന്നെ extra care should be taken to the temperature in the preterms and low hormone baby. അതായത് നമ്മുടെ എന്തെങ്കിലും എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കണം. എന്തുകൊണ്ടാ? ടെമ്പറേച്ചർ ഇല്ല അല്ലെ, പ്രീനിയസ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ചും കൂടി നേരത്തെ, നമുക്കറിയാം മന്ത് അവരെ മാസവും ദിവസവും ഒക്കെ ഉണ്ടല്ലേ, മന്ത് ആൻഡ് 9 days എന്നൊക്കെ ഉള്ള ഒരു കണക്കുണ്ട്. ഇൻ കേസ് ആ കുട്ടിക്ക് ചിലപ്പോൾ നേരത്തെ ഡെലിവറി ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മദറിന് വേണ്ടിയിട്ടോ ആവശ്യപ്പെട്ട് ചിലപ്പോൾ നേരത്തെ ബേൺ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ടെമ്പറേച്ചർ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോബോൺ വെയിറ്റ്, അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള വെയിറ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ടെമ്പറേച്ചർ ചിലപ്പോൾ വേറെ രീതിയിലും ഇവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അത്രയും കെയറുള്ള കുട്ടികളാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. നമുക്കറിയാം പൂക്കൾ പൊടി അതിൽ നിന്ന് വേർപെട്ടാണ് കുട്ടി വരുന്നത്. അപ്പൊ അതിപ്പോഴും ആ കോഡ് നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. Then the care provider should receive the newborn at given intervals after delivery. അതായത് ഇവർക്ക് കുട്ടീനെ ആണെങ്കിലും രോഗീനെ ആണെങ്കിലും അല്ലെ അമ്മേനെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽസ് അനുസരിച്ച് ഓരോ ടൈം ടു ടൈമില് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽസ് നമ്മൾ ബേസ് ചെയ്തിട്ട് ഇവരെ ശ്രദ്ധിക്കാം അല്ലെ. നമ്മളൊരു എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കണം. ഇൻ കേസ് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടോന്നോ അല്ലെങ്കിൽ കുട്ടിക്ക് ശ്വാസം എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മലപ്പാൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും കുട്ടിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ അമ്മയ്ക്കും അതിനോട് പെട്ടെന്ന് ആ പെയിനും കാര്യങ്ങളൊക്കെ മാറി അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കണ്ടിന്യൂ ചെയ്ത് പോവാലോ. ഓക്കെ, പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. എന്തൊക്കെയാ പ്രോട്ടോകോൾസ് ആണ് ലേബർ റൂമിലുള്ളത്? ലേബർ റൂമിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ നേരത്തെ കുറെ പ്രോട്ടോകോൾസ് കണ്ടങ്ങനെ അതേമാതിരി തന്നെ ലേബർ റൂമിന് വീണ്ടും പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്. എന്തെന്ന് നോക്കാം. എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. Typically a buffer zone required to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, എവിടെ നിന്നും വന്നിട്ട് ഓടിച്ചെന്ന് നമുക്ക് ലേബർ റൂമിലേക്ക് പോകാനൊന്നും പാടില്ല. അവിടെ വരുമ്പോ അവിടുത്തേതായ കുറെ പോളിസികളുണ്ട്. ഓക്കെ, അതില് ലോ ബേബി വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. LBW എന്ന് പറയുന്ന ലോ ബേബി വെയിറ്റ്. അപ്പൊ ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. ടിപ്പിക്കലി എ ബഫർ സോൺ റിക്വയർസ് ടു മേഡ് ഇഫ് പോസിബിൾ ചേഞ്ച് ഓഫ് ഷൂസ്.
നമ്മൾ എവിടെ നിന്നും വന്നുകൊണ്ട് ഓടി ചെന്ന് ലേബർ റൂമിലേക്ക് ഒന്നും കയറാൻ പാടില്ല. അവിടേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് അവരുടേതായ ഇതുകളെല്ലാം വേറെ ചെയ്യണം അല്ലെ. ഷൂ ആണെങ്കിലും മാറ്റിയിടണം, അതല്ലെങ്കിൽ ഡ്രസ്സുകളാണെങ്കിലും മാസ്ക് ആണെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് കുട്ടിക്കും മദറിനും വേറെ അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും അത്തരത്തിലുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഡ്രസ്സുകൾ അല്ലെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യണം, ധരിക്കണം ബിഫോർ ഗെറ്റിംഗ് ടു ദ ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. നെക്സ്റ്റ് വൺ പറയുന്നു, എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി permitted only to the pregnant woman, her birth partner, doctor, nurse, and on duty, and other support staff. Cleaning staff should be allowed a periodic entry. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ലേബർ റൂം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അവിടെ എല്ലാവരും ഒന്നും പ്രവേശിക്കില്ല. ഷുഡ് ബി പെർമിറ്റഡ് ഓൺലി. ആർക്കൊക്കെ പെർമിഷൻ ഉള്ളൂ? ആരാണ്? പ്രഗ്നന്റ് വുമണ്, പാർട്ണർ, ഇൻ കേസ് പാർട്ണറിനെ വിസിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കയറ്റിയിരിക്കും. ദെൻ ഡോക്ടേഴ്സ്, നഴ്സ്, ANM എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സുമാർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള നഴ്സുമാർ, അതായത് അത്തരത്തിലുള്ള ANM ഉള്ള ഡ്യൂട്ടികളുള്ള വർക്കേഴ്സ് ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ്, മറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യക്തികൾ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലോ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും ഇങ്ങനെ വ്യക്തികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാഫുകൾ, ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി allowed periodic entry. അതായത് ക്ലീനിങ് സ്റ്റാഫുകൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിൽ ക്ലീൻ ചെയ്ത് പോകാനായിട്ടും അവിടെ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ അല്ലാതെ മറ്റ് ഒരുപാട് വ്യക്തികൾക്കൊന്നും ലേബർ റൂമിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കില്ല. അത് പ്രോട്ടോകോൾ ആണ്. എന്താ ലേബർ റൂമിൻ്റെതായിട്ടുള്ള കുറെ നിയമങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും അനുവദിക്കില്ല. പ്രധാനമായിട്ടും അവിടെ ധരിച്ചിരിക്കുന്ന വ്യക്തികൾക്കും പേഷ്യന്റിനും ഒപ്പം പാർട്ണറിനും പ്രവേശിക്കാനുള്ള അനുമതിയില്ല. Okay, next point പറയുന്നു, before getting into the room, slippers, cap and mask should be worn by all visitors, including the companion. ഇപ്പൊ നമ്മള് ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണയായിട്ട് ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇൻ കേസ് നമുക്ക് വിസിറ്റ് ചെയ്യണം, ആ രോഗിയെ വിസിറ്റ് ചെയ്യണം, ഇൻ കേസ് കമ്പാനിയൻ ആണെങ്കിലും അവിടെ ഹസ്ബൻഡ് ആണെങ്കിലും അവിടെ പോയി ഒന്ന് കാണണം എന്നുണ്ടായെങ്കിൽ അവരെന്താണ് മസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള അവിടേക്ക് വരുമ്പോൾ സ്ലിപ്പേഴ്സ്, ക്യാപ്പ് ആൻഡ് മാസ്ക് ഷുഡ് ബി വോൺ. അവര് പ്രത്യേകമായിട്ടുള്ള മാസ്ക് ധരിക്കണം, ക്യാപ്പ് ധരിക്കണം, അങ്ങനെ സ്ലിപ്പേഴ്സ് ഒക്കെ ധരിച്ചിട്ട് വേണം അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നു, എനി വിസിറ്റ് ഓഫ് പീപ്പിൾ അതർ ദാൻ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ ആൻഡ് ബർത്ത് കമ്പാനിയൻ ടു ദ ലേബർ റൂം ഷുഡ് ബി ഷോർട്ട് ആൻഡ് ടൈംഡ് ടു ദ ടാസ്ക് സച്ച് ആസ് ക്ലീനിങ് എക്സെട്ര. അതായത് അവർക്ക് ഒരുപാട് സമയം അവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ടൈമിൽ അവർക്ക് വന്ന് അല്ലെ പുറത്തുനിന്ന് എല്ലാ വ്യക്തികൾക്ക് ലേബർ റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കാനുള്ള സാധ്യതയില്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സിനൊക്കെ ആണെങ്കിൽ എന്താണ് അവരെ ഒന്ന് ജസ്റ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു വരേണ്ടതാണ്. അത്ര സമയം മാത്രമേ അവിടെ ഉള്ളൂ, പെർമിഷൻ ഉള്ളൂ, ലേബർ റൂമിൽ പെർമിഷൻ ഉള്ളൂ. ഇതവിടുത്തെ പ്രോട്ടോകോളുകളാണ്. ലാസ്റ്റ് വൺ പറയുന്നത്, മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. അതായത് നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം മെയിൽ സ്റ്റാഫുകൾ ഒക്കെ അല്ലേ, അപ്പൊ സാധാരണയായിട്ട് ഇവിടെ ഉള്ള പെർമിഷൻ, എല്ലാവർക്കും പെർമിഷൻ ഇല്ലാതെ നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ടിപ്പോ തന്നെ വീണ്ടും എടുത്ത് പറയാം, മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ്, അത് അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായെങ്കിൽ ഡ്യൂട്ടി അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ വന്ന് ഡ്യൂട്ടി ചെയ്യാനുള്ള അർഹതയുള്ളൂ മെയിൽ സ്റ്റാഫുകൾക്ക്. പിന്നെ പറയുന്നത് എന്താണ്, ഹാവ് ബീൻ കോൾഡ് ഫോർ എനി അക്സസറീസ് ആൻഡ് ഫിറ്റിംഗ്സ്. ഇൻ കേസ് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കറിയാം, ചില ഇലക്ട്രിക് സംഭവങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ചിലപ്പോ അത് എന്തെങ്കിലും മാറ്റി സ്ഥാപിക്കേണ്ടതോ അതിന്റെ വർക്കിംഗ് ശരിയാണോ നോക്കേണ്ടതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂട്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ മെയിൽ സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരാം. അതൊക്കെ ചെയ്തതിന് ശേഷം they should be humble and gracious to the dignity and privacy of the, ഒരിക്കലും അവരുടെ ആ വുമണിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വുമന്റെ പ്രൈവസിയെ കളയുന്നതിന് വേണ്ടിയിട്ട് പാടില്ല. അതായത് അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് പുറത്തേക്ക് വെക്കിയിട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൽ സ്റ്റാഫുകളാണെങ്കിൽ
അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അവർ ചെയ്ത് പോകണം. ഈ വുമന്റെ പ്രൈവസിയെ ഒരിക്കലും അവര് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ലേബർ റൂമിന്റെ കുറച്ച് പ്രോട്ടോകോൾ ആണ്. നമ്മൾ കുട്ടിയുടെ കാര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ ലേബർ റൂമിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇനി ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്നവരുടെ കുറച്ച് പ്രോട്ടോകോൾസ് കൂടി ഉണ്ട്. എന്താ നോക്കാം. All the staff must wear personal protective and at the time of performing delivery and at all other times gloves and mask must be on. അതായത് അവര് മസ്റ്റ് ആയിട്ട് നമുക്കറിയാം വർക്കേഴ്സ് ഒക്കെ അവര് ധരിച്ചിട്ടാണ് അല്ലെ ലേബർ റൂമില് പോകുകയുള്ളൂ. അപ്പൊ അതൊക്കെ അവര് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടി അവര് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കണം. ആൻഡ് അറ്റ് ഓൾ അതർ ടൈംസ് ഇൻ കേസ് അവര് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന ടൈമിന് മാത്രം അല്ല ധരിക്കണം എന്ന് പറയുന്നത്. ഇൻ കേസ് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരികയാണെങ്കിൽ എല്ലാം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ക്യാപ്പും സംഭവങ്ങളൊക്കെ ധരിച്ചിട്ട് വേണം അവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. Then പറയുന്ന disposable sterilized gloves should be used after accurate hand washing while examining or the delivery. Protocols for infection prevention, that is adherence, sorting out and disposable in the bins should strictly be adhered and the protocols should follow. Okay, ഇതിലെന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനെല്ലാം സംഭവങ്ങളൊക്കെ ധരിക്കേണ്ടതുണ്ട് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു ചിലപ്പോ ചിലവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ചിലവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട് അതിനോട് പൊരുത്തപ്പെട്ട് വരാൻ അല്ലെ. ചില സ്റ്റാഫുകൾക്ക് ചില ഗ്ലൗസുകൾക്ക് ചിലപ്പോൾ അലർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിൽ കൂടി അവര് ഇത്തരത്തിലുള്ള അലർജറ്റിക് അല്ലാത്ത തരത്തിലുള്ള ഗ്ലൗസുകളൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അഡ്ഹറൻസ് എന്ന് വെച്ചാൽ അവരോട് പൊരുത്തപ്പെട്ട സംഭവങ്ങൾ മാത്രം അവർ യൂസ് ചെയ്യണം. ഇൻ കേസ് അത് എല്ലാവരുടെയും നാച്ചുറലി ചിലർക്ക് ചില ഇതുകൾ ഉണ്ടാവാം, ചിലർക്കൊക്കെ അലർജി ഉണ്ടാവാം. പക്ഷെ അവർക്ക് അവരോട് പൊരുത്തപ്പെടേണ്ട രീതിയിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അതിനുള്ള ഒരു മുൻകരുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അവര് യൂസ് ചെയ്യേണ്ടതാണ്. സോർട്ടിങ് ഔട്ട് ആൻഡ് ഡിസ്പോസൽ ഇൻ ദ ബിൻസ്. ഇതിന് ശേഷം എന്താണ് ഇവരെല്ലാം സോർട്ട് ചെയ്യണം അല്ലെ. ഇത് എവിടേക്കാണ് നിക്ഷേപിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു. എവിടേക്കാണോ ഓരോന്ന് ബിൻ ചെയ്ത് ചെയ്യേണ്ടത്, ഹസാർഡ് വേസ്റ്റ് ആണോ അല്ലാത്തതാണോ അതനുസരിച്ചിട്ട് സോർട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് adhered and the protocols and posters should be all mounted in the area where coded bins are located. എവിടേക്കാണ് നമുക്കറിയാം എല്ലായിടത്തും ഇതൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലെ. ഓരോ പ്ലേസുകൾ ഉണ്ടാവും. ആ പ്ലേസുകളിലേക്ക് ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു അവരുടെ വർക്കേഴ്സിന്റെ തന്നെ പ്രോട്ടോകോളാണ്. അതായത് അവര് വന്ന് അവരുടേതായ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി അതിനുശേഷം അത് വെറുതെ അവിടുത്തെ വലിച്ചെറിയാൻ പാടില്ല. അതായത് വേസ്റ്റ് ബിന്നിൽ തന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വാഷ് ചെയ്ത് അവര് അവിടെ നിന്നും വെക്കീത് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. Disposable sterile gloves should be used after accurate hand washing and examining or delivery. Protocol for infection prevention ഒരു മുൻകരുതലായിട്ടാണ്. That is under sorting and അവർക്ക് ഉള്ളതാവാം, അവർക്ക് യൂസ് ചെയ്യുന്നതാവാം. Sorting out and disposable in the bins should strictly be adhered and the protocol poster should be well mounted in the area where coded bins are located. ചിലപ്പോ ആ ഏരിയയിലൊന്നും ഇത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഏത് ഇതല്ലാണ് എന്നുള്ളതനുസരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. കളർ കോഡഡ് ബിൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ റെഡ് കളർ യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ബിന്നുകള് നമുക്ക് കണ്ടേക്കുന്നത്. അതായത് ബിന്നിന്റെ ആ ഒരു സ്പെഷ്യലി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന വസ്തുക്കള് ഈ കളർ ബോക്സിലാണ് വേണ്ടത്, ഇന്ന വസ്തുക്കള് റെഡ് കളർ ബോക്സിലാണ്. അതനുസരിച്ചിട്ടുള്ള കളർ ബോക്സിൽ തന്നെയാണ് അവര് നിക്ഷേപിക്കേണ്ടത്. ക്ലിയറായോ? നമുക്ക് താഴേക്ക് പോകാം. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ഓക്കെ, എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡ് ഹാവ് നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ. നമുക്ക് ഇതും കൂടി ഉള്ളൂട്ടാ നമ്മുടെ ലാസ്റ്റ് ഇതാണ്. അപ്പൊ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇതും കൂടിയാണ് കഴിഞ്ഞോട്ടെ. അപ്പം ഷുഡ് ഹാവ് നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ that should be completed and signed by the supervisor who conducts a visit of the labor.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മറ്റുള്ള പ്ലേസുകളെ അപേക്ഷിച്ച് ലേബർ റൂം എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടി ക്ലീൻ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. കാരണം അവിടെ കൂടുതൽ വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രത്യേകതയുള്ളത് പുതിയ കുട്ടിയൊക്കെയാണ്. അതായത് ന്യൂ ആയിട്ട് ജനിക്കുന്ന കുട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം ക്ലീനിങ്ങിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൂടിയാണ് പറയുന്നത്. ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് for a evaluation that should be completed and signed by the supervisor who conducts a visit of the labor room. അവരെന്താണ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യണം. സൂപ്പർവൈസർ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടോ, ഓക്കെ ആണോ, ഈ പ്ലേസ് ഒക്കെ കംപ്ലീറ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യം ചെയ്തിട്ട് അവരതനുസരിച്ചിട്ടുള്ള സൈൻ ഇടേണ്ടതാണ്. ഓരോ ഇതികളിലും അല്ലെ, ഈ പ്ലേസ് ഓക്കെയാണ്, നെക്സ്റ്റ് പ്ലേസ് ഓക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ സൂപ്പർവൈസർ വന്ന് നിരീക്ഷിച്ച് അത് വിലയിരുത്തേണ്ടതാണ്. Then പറയുന്നത് the facility in charge should visit the labor room twice during each week. അതായത് 2 പ്രാവശ്യമെങ്കിലും വീക്കില് നമ്മുടെ ഫെസിലിറ്റി ഇൻചാർജ്, അതായത് ഇത്തരത്തിലുള്ള വിസിറ്റ് ചെയ്യേണ്ട വ്യക്തി 2 പ്രാവശ്യമെങ്കിലും വന്ന് വീക്കിലി 2 പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് പോകേണ്ടതാണ്. The OPGMU in charge of the labor room is required to visit the labor room twice a day. OPG എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ്ലി നമ്മൾ പറയുന്ന മാതിരി ഒബ്സ്ട്രക്ട് ആൻഡ് ഗൈനക്കോളജി സർവീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ വിഭാഗത്തിലുള്ള ഇൻചാർജ് ഉള്ള നേഴ്സ്, അതായത് ഇൻചാർജ് ഉള്ള പ്രസവ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രസവ വാർഡിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തി, ആ വ്യക്തി എന്താണ് ഓഫ് ദ ലേബർ റൂം is required to visit ലേബർ റൂം ട്വൈസ് എവറി ഡേ. അവരെന്താണ് ഡെയിലി, അതായത് ഓരോ ദിവസവും 2 പ്രാവശ്യം വേണം. അതേസമയം സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റുള്ള വ്യക്തിക്ക് വീക്കിലി 2 പ്രാവശ്യം വന്നാണ് അവർ വിസിറ്റ് ചെയ്ത് പോകുന്നത്. അതിനനുസരിച്ചുള്ള സൈനാണ് അവര് ഇട്ടുപോകുന്നത്. അതേസമയം ഇൻചാർജ് ഉള്ള നമ്മുടെ ലേബർ റൂമിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവര് ട്വൈസ് 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്ത് ഓക്കെയാണ്, ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ OBG എന്ന് പറയുന്നത് ഇതാണ്, എന്താണ് ഒബ്സ്ട്രിക്സ് എന്ന് പറയുന്നതിലുണ്ടല്ലോ പ്രസവ ചികിത്സ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അതാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അവരെ അപ്പൊ അത്തരത്തിലുള്ള ഇൻചാർജ് ഉള്ള വ്യക്തികള് എന്താണ് ലേബർ റൂം 2 പ്രാവശ്യമെങ്കിലും വന്ന് എവരി ഡേയില് വന്ന് പരിശോധിച്ച് പോകേണ്ടതാണ്. The nursing supervisor, nurse in charge should visit at least once in every shift. അപ്പൊ അത് പ്രസവത്തിന്റെ വാർഡിന്റെ മേൽനോട്ടം. ഇതേമാതിരി തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, അവിടെയുള്ള നഴ്സുമാരുടെ സൂപ്പർവൈസർ ഉണ്ട്. നമ്മൾ നേരത്തെ നഴ്സിംഗിന്റെ ഒക്കെ ആ ഒരു ഹൈറാർക്കി പഠിച്ചതാണ്. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും, അവിടെ ഇൻചാർജ് ഉള്ള നേഴ്സ് ഉണ്ടാവും. ആ നേഴ്സ് എന്താണ് വീണ്ടും പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഷിഫ്റ്റ്, ഓരോ ഷിഫ്റ്റിലും എന്താണ് 1 പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് പോകേണ്ടതാണ് ഇൻചാർജ് ഉള്ള നേഴ്സ്. അപ്പൊ ഓർത്ത് വെക്കുക, ഇൻചാർജ് ലേബർ റൂമിൽ ഇൻചാർജ് ഉള്ള നമ്മുടെ പ്രസവ ചികിത്സ വാർഡ് ഇത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മിക്കവാറും ഡോക്ടേഴ്സോ അവരെന്തെങ്കിലും ഇച്ചിരി കൂടി ഇൻചാർജ് ഇതിലൊരു പൊസിഷൻ ഉള്ള ആളായിരിക്കും. അവരെ 2 പ്രാവശ്യമെങ്കിലും ദിവസം വരും. ഇവരാണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും എന്താണ് ഇൻചാർജ് ഉള്ള നേഴ്സ് ആണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും വന്ന് വിസിറ്റ് ചെയ്തിട്ട് അത് ഓക്കെയാണെന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പോകും. അതായത് അതനുസരിച്ചിട്ട് മീറ്റിംഗ് പരിപാടി കൃത്യമായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സൂപ്പർവൈസർ ഷുഡ് ഓൾസോ അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ആൻഡ് ഓൾസോ മേക്ക് ഷുവർ that all essential practice are being done suitably and in a timely manner. അതായത് നമുക്കറിയാം അവിടെ വൃത്തിയാക്കാൻ കുറെ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളുടെ ഒക്കെ ഉണ്ടോ, അതെല്ലാം തീർന്നിട്ടുണ്ടോ, ഇനിയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് സൂപ്പർവൈസർ വന്ന് അനലൈസ് ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് പ്രാക്ടീസ് ചിലർക്കൊക്കെ ചിലപ്പോ ചെയ്തു പോകുന്നത് ശരിയല്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രാക്ടീസ് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ച് കാണിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടത്. അതാണ് പറയുന്നത് പ്രാക്ടീസ് ആർ ബീയിങ് ഡൺ suitably and in a timely manner. കൃത്യമായിട്ടുള്ള സമയത്ത് അത് നടത്താനായിട്ട് ശ്രദ്ധിക്കണം. Then every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on cooking. എന്താ പറയുന്നത് ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്, അവര് എപ്പോഴും ഒരു എവരി മന്ത് ഓരോ മാസം കൂടുമ്പോഴും എന്താണ് ലേബർ റൂമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഓക്കെ ഇത് ശരിയായിട്ട് പോകുന്നുണ്ട്, ടൈമിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യം വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്താണ് റിവ്യൂ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്
ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക ഫെസിലിറ്റി വേർ ഓൾ സ്റ്റാഫ് ഇൻവോൾവ്ഡ് ഇൻ കെയറിംഗ് ദ ലേബർ റൂം ഷുഡ് ടേക്ക് പാർട്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കേണ്ടത്. They should ponder on a way to improve the quality in the labor room. Feedback of a supervisors supervisions should allow also be shared during this meeting. അതായത് ഇൻ കേസ് സൂപ്പർവൈസർമാരും മറ്റുള്ളവരും കൂടെ ഒന്നിച്ചിരുന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കറിയാം ഇന്നിന്ന അവരുടെ മനസ്സിൽ വരാം അല്ലെ, കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലേക്ക് വരാം. ഇന്നിന്ന കാര്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഇതിനും കൂടെ പൈസ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഇൻ ദ ലേബർ റൂം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ലേബർ റൂമിന്റെ ആ ഒരു ഉപയോഗം എന്നുള്ളത് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഇങ്ങനെയുള്ള ഫീഡ്ബാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ്, മീറ്റിംഗിൽ ഷെയർ ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ they should ponder on ways to improve the quality in the labor room. Feedback of supervision should also be shared. ഓക്കെ, പോണ്ടർ എന്നുള്ളത് ഒരു ജസ്റ്റ് മീനിങ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ആ ഒരു പൊസിഷനാണ് ഉദ്ദേശിച്ചത്. they should ponder on ways to improve the quality in the labor room. അതിൽ ആ പൊസിഷൻ ഉപയോഗിക്കുന്നതിന്റെ ഒരു മീനിങ് ആണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് അവർക്ക് ഒരു വിഷൻ ഉണ്ടാവുള്ളൂ, ആ വിഷൻ അനുസരിച്ചിട്ട് കുറച്ചും കൂടി അവർക്ക് മീറ്റിംഗിൽ ഷെയർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ പറയുന്നു ലേബർ റൂം ഷുഡ് thus provide a standardized and high quality service during a childbirth. Control of infection and safety are also vital factors looked into the labor room. നമുക്ക് അറിയാം, ഇങ്ങനെ കൂടുതൽ നമ്മൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വീണ്ടും ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ കൂടി നല്ല നല്ല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കൂടുതൽ ക്വാളിറ്റി ആക്കി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴെന്താണ് ഹൈ ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട്, നല്ലൊരു ക്വാളിറ്റി സർവീസ് ലേബർ റൂമിൽ നിന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ചൈൽഡ് ബർത്ത് കൺട്രോൾ ആൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ കേസ് നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ജനനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ നടത്താൻ സാധിക്കും. ആൻഡ് സേഫ്റ്റി ആർ ഓൾസോ വൈറ്റൽ ഫാക്ടേഴ്സ്. പ്രധാനപ്പെട്ട ഒരു സുരക്ഷ കൊടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ച് അല്ലെ നമ്മൾ ജനിക്കുന്ന കുട്ടികൾക്കൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ വിടാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് വൈറ്റൽ ഫാക്ടേഴ്സ് റിപ്പോർട്ടിംഗ് ടു ദ ലേബർ റൂം. അവിടെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരാത്ത തരത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഈ വ്യക്തികളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞയക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കാം, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് സമയമുണ്ട് നോക്കാം.
ഹലോ, നിങ്ങൾക്ക് നെക്സ്റ്റ് അവറും ഞാൻ തന്നെയാണ് കേട്ടോ, കുറച്ച് ടൈമും കൂടി. അപ്പൊ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകാം. എന്തായാലും നമ്മുടെ ക്ലാസ് അവസാനിച്ചിട്ടുണ്ട്. ഡൗട്ടുകളൂടെ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് സാധാരണയായി ഞാൻ ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ലേബർ റൂമും തരാൻ പറ്റിയിട്ടില്ല. എനിവേ എനിക്ക് മിക്കവാറും മൺഡേ ക്ലാസ്സിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു ഡൗട്ട് കണ്ടായിരുന്നു, ഞാൻ പറയാം. നോക്കാം. നിങ്ങൾ ലീവ് ചെയ്ത് പോകണ്ട. നെക്സ്റ്റ് അവർ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല, കുറച്ച് സമയം എടുക്കണം. കുറച്ച് സമയം എന്തായാലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. നോക്കാം. എന്താണ് എന്നോട് ഒരു മോപ്പിംഗ് ഇതിനിടയിൽ ഒരു ഫോണ്ടിന്റെയും കാര്യം ചോദിച്ചിരുന്നു. നമ്മള് എന്താ പറയാ, പോണ്ടർ അല്ലെ, പോണ്ടർ ഓൺ വേ, അതിനൊരു മീനിങ് കൃത്യം എക്സാക്ട് മീനിങ് പറയുന്നത് ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളതാണ്. അതായത് they should ponder on ways to improve the quality. നമ്മളെപ്പോഴും ഈ മീറ്റിംഗിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ചിന്തിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് ടെക്നിക്ക് മോപ്പിംഗ് അല്ലെ. അത് നമ്മൾ കുറച്ച് ഇതിന് മുമ്പാണ് പറഞ്ഞിരുന്നത്. അതായത് മോപ്പിംഗ് നമുക്കറിയാം, നമ്മള് സാധാരണ രീതിയിൽ മോപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കുക, അത് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ നമുക്കറിയാം, തുടച്ചിട്ട് വൃത്തിയാക്കാനായിട്ട് ഇപ്പൊ ഒരു മെഷീൻ വരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. നമ്മൾ വിപ്പാക്കും മൂലയൊക്കെ അത് തന്നയ്ക്ക് തുടച്ച് എന്താ പറയുക, ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് തന്നയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ടെക്നിക്ക് ഒക്കെയാണ്. അപ്പൊ അത് എന്താ പറയുക, അത്രയ്ക്ക് നല്ല ടെക്നിക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ ആ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് നേരത്തെയാണല്ലേ എനിക്ക് തോന്നുന്നു, മോപ്പിംഗ് കുറച്ച് നേരത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. നമ്മളെ ലേബർ റൂമിന്റെ ചാപ്റ്ററും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ആണ് ഇത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും തരാതെ ഇതിൽ പോയത്. എനിവേ രണ്ടും വലിയ പ്രശ്നമില്ലാതെ വായിച്ചാലും മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. എനിവേ നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. 2-3 മിനിറ്റ് ഗ്യാപ്പ് തരാം. ഇൻ കേസ് പെട്ടെന്ന് നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂവേഷൻ വന്നേക്കാരും ഒരു ബോറടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്തത്. അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൂടി നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്നുകൂടി ഡിസ്കസ് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോ ആ ഒരു പ്രോബ്ലം സെറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും.
ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഫസ്റ്റ്ലി ഒന്ന് തുടങ്ങാം. ഒന്ന് റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ തന്നെ പറയണം കേട്ടോ, നിങ്ങൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ എളുപ്പമായിരിക്കും. എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ഇതുകൂടെയാണ്, അതായത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെ ഇവിടെ ഒരു ദ ലേബർ റൂം ഓൾസോ നെയ്മഡ് എന്നുള്ള ഒരു പേരിൽ നമ്മൾ 10 യൂണിറ്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി വേണ്ടാത്ത പേരുകളൊന്നും പഠിച്ചിരിക്കാൻ നിൽക്കണ്ട. 10 യൂണിറ്റ് ഇൻ ഹോസ്പിറ്റൽ ഈസ് വേറെ ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ്. അത് തന്നെ നിങ്ങളത് ചേഞ്ച് ചെയ്ത് നോട്ട് ചെയ്താൽ മതി. ഇത് ബർത്ത് യൂണിറ്റ്, ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, പിന്നെ ഒരു ചേഞ്ചസ് വരുന്നത് ഒരു സെന്റൻസിൽ നമുക്ക് മീനിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നോക്കാം. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് എന്നുള്ള ഇതുണ്ടല്ലോ, അതില് ഇത് വായിക്കുമ്പോൾ നമുക്കൊരു മീനിങ് ഉണ്ടാവില്ല. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ദ ബ്ലഡ് ബോഡി ഫാൻസ് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി. അത് നമ്മളെ പറ്റി പിടിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മളെന്താണ് ഷുഡ് ബി ക്ലിയർ ചെയ്യണം. അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലീൻ ചെയ്യണം എന്നാണ്, അതായത് ക്ലീനിങ് ഡിസ്ഇൻഫെക്റ്റിംഗ് എന്നുള്ള ലേബലിൽ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു മീനിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നല്ല, ക്ലീൻഡ് ഇൻസ്റ്റന്റ്ലി അല്ലെങ്കിൽ ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. ഷുഡ് ബി ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഷുഡ് ബി ക്ലീൻ ഇൻസ്റ്റന്റ്ലി. അങ്ങനെ നമുക്ക് മീൻ ചെയ്യാം. അതായത് അതല്ലെങ്കിൽ ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഐറ്റംസ് സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോളിഡ് പറ്റി പിടിച്ചിരിക്കുന്ന വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫൈൻസ് ഷുഡ് ബി ക്ലീൻഡ് ഇൻസ്റ്റന്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി. സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എന്താ പറയാ, നമ്മള് സാധാരണ ഒരു പോർഷൻസ് നിങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്. ടൈമില്ലാത്തത് മനസ്സിലാക്കിയപ്പോഴാണ് സ്കില്ല് പോയത്. എനിവേ നിങ്ങൾ അങ്ങോട്ട് ഒന്ന് പഠിച്ച് അല്ലെ, നമ്മളൊരു ചെറുതായിട്ട് ഇത് ചെയ്യാം. നമുക്ക് എന്താണ് ലേബർ റൂമിലെ ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ ഏരിയാസ് ആണ് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്? ആരെങ്കിലൊക്കെ ഒന്ന് പറയാം. അപ്പൊ നമുക്കതൊന്ന് റിവിഷൻ ചെയ്ത് പോകാം. നമുക്ക് എന്തായാലും എക്സാം ഉണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് പഠിച്ചു പോകാലോ. ഏതൊക്കെ ഏരിയസ് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ഗൈനക്കോളജി സർവീസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിലെന്താണ് പ്രധാനമായിട്ടും ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വുമന്റെ കാര്യം, ചൈൽഡ് ബർത്തുമായിട്ട് കുട്ടിയുടെ കാര്യം, അവിടുത്തെ നഴ്സുമാര്, ഡോക്ടേഴ്സ്, പിന്നെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്, ക്ലീനിങ് എത്രത്തോളം ഇതായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ട് പഠിച്ചത്. വേസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതില് നോട്ടബിൾ ഫങ്ഷന് ഏരിയ ഓഫ് മെറ്റേണിറ്റി വാർഡ് എന്നുള്ളതല്ലേ എന്തൊക്കെ പെടും? റിസീവിങ് ഏരിയ ഉണ്ട്, എക്സാമിനേഷൻ ഏരിയ ഉണ്ട്. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയായിരിക്കണം. അപ്പൊ നമുക്കതൊന്ന് ക്യാച്ച് ചെയ്ത് പോകാം. Receiving area, examination area, pre-delivery room, delivery and labor room, post-delivery observation room. ഓക്കെ, ഇനി ആരെങ്കിലും റിസീവിങ് ഏരിയ എന്ന് പറയുമ്പോ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തായിരിക്കും റിസീവിങ്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അല്ലേ, നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ആ ഒരു ഏരിയ അല്ലെ റിസീവ് ചെയ്യാൻ, അതായത് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നതാണ്, ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. then എക്സാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞു ഇവിടെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ ഏരിയ എന്താണ്? പരിശോധിക്കുന്ന ഏരിയ അല്ലെ. വീണ്ടും പ്രീ ഡെലിവറി റൂം, നമ്മൾ ഈ പാഠത്തിൽ മൊത്തത്തിൽ അവിടെ ഇവിടെ കയറി പഠിച്ചു പോകുന്ന ഒരു സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വയ്ക്കുന്നത്. പ്രീ ഡെലിവറി റൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെലിവറിക്ക് മുമ്പ് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ളത് അല്ലെ. ഡെലിവറി റൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി LDR ഫുൾ ഫോം എന്താണ്?
ലേബർ ഡെലിവറി റിക്കവറി. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ, LDR എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി ഏതാണ് നമ്മൾ പറയുന്നത്? അതില് LDRP എന്ന് പറയുന്നത് ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം, അതായത് നമ്മൾക്ക് അതിനുശേഷമുള്ള പരിചരണത്തിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മുൻപും ശേഷം അത് ടൈമിലോ വേയിലും അതിനുശേഷം ഈ രോഗിയെ പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കുറച്ച് ലൊക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞേ. എന്താണ് ലൊക്കേഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത്? കാര്യങ്ങളൊന്ന് ഓർമ്മയുണ്ടോ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കൂ. അവിടെ എപ്പോഴും പ്രൈവസി ഉണ്ടായിരിക്കണം, ഒരുപാട് സൗണ്ടുകളൊന്നും കേൾക്കാനായിട്ട് വരാനായിട്ട് സാധ്യതയില്ലാത്ത പ്ലേസ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിനോടൊക്കെ അത് ഡിസൈനിലും പറയുന്നുണ്ട്, ആ രൂപരേഖ തയ്യാറാക്കുമ്പോഴൊക്കെ. ഇവിടെ പ്ലേസിൽ പറയുന്നത് എന്താ? പ്രധാനമായിട്ടും ലേബർ റൂം റിമോട്ട് ബസ് റീച്ചബിൾ ഫ്രം എൻട്രൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ടു study away from unnecessary specific while also providing privacy to patient. ഇവിടെ privacy കൊടുക്കുന്ന രീതിയിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം ദ ഓപ്പറേഷൻ തിയേറ്റർ. നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരുപാട് അകലേക്കാൻ പാടില്ല. ഇൻ കേസ് ലേബർ റൂമിൽ പെട്ടെന്ന് ഒരു വ്യക്തിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തോട് ആയിട്ട് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനോടും ചേർന്നായിരിക്കണം എന്ത് നമ്മുടെ ലേബർ റൂം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലൊക്കേഷന്റെ കാര്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്? ഓക്കെ, നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, ഡ്രൈനേജ് സിസ്റ്റം ഏരിയ ഉണ്ടായിരിക്കണം, ദെൻ ക്ലീനിങ് യൂട്ടിലിറ്റി. പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രധാന സംഗതികൾ അല്ലെ ലേബർ റൂം എന്ന് പറയുമ്പോൾ ആ ഏരിയനെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിന്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടും കൈകാര്യം ഡോക്ടേഴ്സിന് കുട്ടികളെ പരിചരിക്കാൻ വേണ്ടിയിട്ടും രോഗിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും പറ്റിയ പ്ലേസ് എല്ലാം നോക്കിയിട്ട് സാധാരണ രീതിയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള സൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ശാന്തമായ അന്തരീക്ഷം കൊടുക്കാൻ പറ്റുന്ന രീതികളൊക്കെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ട് വേണം ലേബർ റൂം ഡിസൈൻ ചെയ്യാനുള്ളത്. അതാണ് പറയുന്നത് ബ്ലോക്ക് ഔട്ട് സൗണ്ട്, ensuring that the patients can experience optimal comfort and relaxation. Relaxation ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, അവരെ പരിശോധിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എക്സാമിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലേസുകളുണ്ട്. പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഓൾസോ അവിടെയെല്ലാം മുൻകൂട്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമയ അല്ലെ പ്ലേസുകളെല്ലാം അറേഞ്ച് ചെയ്ത രീതിയിലായിരിക്കണം എന്ത് ലേബർ റൂം ഡിസൈൻ ചെയ്യാൻ. ഇനി എന്താ പറയുന്നത്? ഐഡിയ ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സിൽ ഡിവൈഡ് ഇൻടു 3 മൂന്ന് രീതിയിലുള്ള സോണുകളായിട്ടാണ്. എന്താണ്? അൺസ്റ്റെറൈൽ സോണ്, ദെൻ പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോണ്, അങ്ങനെ മൂന്ന് തരത്തിലുള്ള സോൺ ഉണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദെൻ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അപ്പൊ അതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഏരിയകളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഫെസിലിറ്റീസ് നമുക്കറിയാം. ലേബർ റൂം ആണെങ്കിൽ കൂടി അവർക്ക് വാഷ് ചെയ്യേണ്ടതും കൈകാര്യം ചെയ്യേണ്ടത് കുട്ടിയാണെങ്കിലും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കേണ്ട എന്തെങ്കിലും പരിചരണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള പ്ലേസ് ഒക്കെ ഉണ്ടായിരിക്കണം. അവിടെയുള്ള പ്ലേസ് എന്ന് പറയുന്നത് ടൈൽഡ് ആൻഡ് ആന്റി സ്കിൽഡ് ഫ്ലോറിംഗ്, എപ്പോഴും തിന്നി പോകാൻ പറ്റുന്ന തരത്തിലുള്ള പരിക്കനായിട്ടുള്ള രീതിയിലായിട്ടുള്ള ഇതായിട്ടായിരിക്കണം അവിടെ യൂസ് ചെയ്യുന്നത്. സെൻട്രലി എയർ കണ്ടീഷൻഡ്, മിക്കവാറും ഒരു ഭയങ്കര എന്താ പറയുക സെൻട്രലായിട്ടെങ്കിലും എയർ കണ്ടീഷൻ ഉള്ള ഒരു റൂമായിരിക്കണം ലേബർ റൂമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. തന്നെ ലേബർ റൂം ഒരുപാട് പ്രോട്ടോകോൾസ്, അതാണ് നമ്മൾ ഇന്ന് മസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് അത് നമുക്ക് വിട്ടുകളയാം, കാരണം ഒന്നുകൂടി റിവൈസ് ചെയ്താണ്. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മെഷർമെന്റുകളാണ്
സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ഫോളോഡ് ബൈ മെഡിക്കൽ സ്റ്റാഫ്. അവർക്ക് പീഡിയാട്രിക് ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ അവരെ പരിശീലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. അതായത് നമുക്ക് എന്തെങ്കിലും ചൂട് കുടിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. PP ഹാസ് ടു ബി അസസബിൾ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസ്. അവർക്കെല്ലാം സാധാരണ രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ കൊടുത്തിരിക്കണം. ഇൻഫെക്ഷൻ പേഷ്യൻസ് ഷുഡ് അഡ്മിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഹോസ്പിറ്റലിന്റേതായ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. റൂമാകുമ്പോൾ നമുക്കറിയാം വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം ആ ഇതിലേക്ക് പോകേണ്ടത്. കാരണം കുട്ടിക്കും വ്യക്തിക്കും പെട്ടെന്ന് അസുഖങ്ങൾ ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് നഴ്സുമാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്തിട്ട് മാത്രമേ നഴ്സുമാർക്ക് വരെ അവിടേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് അത് ക്ലീൻ ചെയ്ത് എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്നതാണ്. വിമുക്തമായിട്ടുള്ള വസ്തുക്കളാണ് അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം എന്താണ് മെയിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതേമാതിരി തന്നെ സ്റ്റാൻഡേർഡ് പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് പ്രിക്വേഷൻസ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷിങ്, വെയറിങ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് വേസ്റ്റുകൾ ആണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അതേമാതിരി തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ കൂടുതലുമാണ്. അപ്പൊ അത് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമ്മള് ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം രോഗിയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും അതേപോലെ തന്നെയാണ് അവരുടെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ലേബർ റൂമിൽ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ്. Then proper disposal biomedical waste, proper handling of sharp objects or എന്തെങ്കിലും മൂലയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി തന്നെ ഹാൻഡിൽ ചെയ്യണം. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്, പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്വിപ്മെന്റ് എപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എക്വിപ്മെന്റ്സ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും അണുവിമുക്തമായിട്ടുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. സസ്റ്റൈൻ ക്ലീൻ ആൻഡ് റെസ്പെക്റ്റീവ് എൻവയോൺമെന്റ്. അന്തരീക്ഷത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്യാം. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ട്. വീണ്ടും ക്ലീനിങ്ങിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. അവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും എക്യുപ്മെന്റ്സുകളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞാല് മോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ് ഇൻ കേസ് എന്തെങ്കിലും പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് മെത്തേഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യാം. അത് മീറ്റിംഗ് ഒക്കെ കൂടുമെന്ന് പറഞ്ഞപ്പോൾ മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ. ഇപ്പൊ നമുക്കറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഭയങ്കരമായ വലിയ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ടെക്നിക്സ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. സാധാരണ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് മോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി ആയിരിക്കില്ല അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്, എക്സാം ഏരിയസ്, സ്പീച്ച് ഓർ അതർ ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ട് ഇൻസ്ട്രക്ഷൻ. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം ഇൻഫോം ചെയ്ത് അതിനെല്ലാം നിയമ നടപടികളൊക്കെ നടത്തേണ്ടതുണ്ട്. ക്ലീൻ ടേബിൾ ആഫ്റ്റർ എവരി പീരീഡ്. എല്ലാ ദിവസവും തന്നെ എല്ലാ ടൈമിലും തന്നെ ഓരോ ഡെലിവറിക്ക് ശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ക്ലീനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതിൽ നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങൾ അതായത് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അത് വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം, അവിടെ ഹോസ്പിറ്റലിലെ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, സ്റ്റാഫുകളെല്ലാം കളക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെതായ വേസ്റ്റുകളെല്ലാം വേറെ ചെയ്യണം. ഒരു മുക്കാലാകുമ്പോഴേക്കും വേസ്റ്റുകളെല്ലാം മുക്കാലാവുമ്പോഴേക്കും അത് ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസിലേക്ക് അത് മാർക്സ് ചെയ്യേണ്ട പ്ലേസിലേക്ക് തള്ളണം. പിന്നെ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ് എപ്പോഴും ലീക്ക് ഇല്ലാത്ത കണ്ടെയ്നേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്ന് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എപ്പോഴും ക്ലീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ കുട്ടിക്ക് അസുഖം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ പേഷ്യന്റിന് വേറെ അസുഖം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ലേബർ ഡിസൈൻ, അതിന്റെ ലൊക്കേഷൻ, അങ്ങനെയുള്ള മാറ്റേഴ്സ് മൊത്തത്തില് അവിടെയുള്ള കാര്യങ്ങൾ അതാണ്. ന്യൂ ബോൺ കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കാം.
അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, കെയർ ബർത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബേസിക് കെയർ ന്യൂ ബോൺ ആണെങ്കിൽ പുതിയ കുട്ടിക്ക് എന്തെങ്കിലും അസുഖത്തോട് കൂടിയിട്ടുണ്ടോ അങ്ങനെയുള്ള രീതിക്ക് മനസ്സിലാക്കണം. അതിന് പെട്ടെന്ന് എന്തെങ്കിലും കുട്ടിക്ക് പുറത്തേക്ക് വരുന്ന ആ ടൈമിൽ തന്നെ എന്തെങ്കിലും പ്രോഗ്രസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പുനരുജ്ജീവനം എന്നുള്ള ആ ഇതില് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഓക്കെ ആ കുട്ടിയെ നമുക്ക് കൊണ്ടുവരാൻ. നമുക്കറിയാലോ ഡെലിവറി ഒക്കെ ടൈം എന്ന് പറയുന്നത് വളരെ ഇതാണ്. ചിലപ്പോ കൂട് ശിറ്റിന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവം അപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ ചിലപ്പോ മോഷൻ ചിലപ്പോ കുട്ടിക്ക് അവിടെ മോഷൻ വരുന്നത് കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവര് അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ കുട്ടിക്ക് ഉടനെ അത് വന്നതിന് ശേഷം ചിലപ്പോ പെട്ടെന്ന് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്ത് ആ കുട്ടിക്ക് അത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കേസ് അങ്ങനെയൊക്കെ അല്ലെ നമ്മള് മോഷനൊക്കെ കുട്ടി ശ്വസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വരാനുള്ള സാധ്യത. ഇൻ കേസ് ഇവിടെ പുറത്ത് വന്നിട്ടാണ് കുട്ടി ശ്വാസം എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് അതിനുള്ളിൽ കിടന്നപ്പോ എന്തെങ്കിലും സംതിങ് ഉണ്ടാവാം. അത് അവർക്ക് ഡോക്ടേഴ്സിന് മനസ്സിലാവും. അതാണ് പറയുന്നത്. എന്തെങ്കിലും പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് അവർക്ക് അതിൻ്റെതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇമ്മ്യൂണൈസേഷൻ ഓഫ് സർവീസിൽ ഒരുപാടല്ല, നമ്മൾ ജസ്റ്റ് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേ ഓഫ് വൈറ്റൽസ്, ഇമ്മ്യൂണൈസേഷൻ സർവീസ് അവർക്ക് പ്രതിരോധ ശേഷിക്കുള്ള എന്തെങ്കിലും സേവനങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി എന്തെങ്കിലും ജന്മനാ തന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഓക്കെ. ആരെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പറയാട്ടോ, ഡൗട്ടുകളായിട്ടുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി റിപ്പീറ്റേഷൻ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാ. അതായത് ലേബർ റൂമിന്റെ ചാപ്റ്റർ ഒക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്താണ് പിന്നെ ഇതിലെന്താ പറയുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ വാഷ് ചെയ്യണം. പിന്നെ എന്താണ് കുട്ടിയെ അമ്മയോട് ചേർത്ത് കിടത്താൻ ശ്രമിക്കണം. അവർക്ക് ചൂട് കൊടുക്കണം. പിന്നെ ചെറിയ വെയിറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചർ ഇല്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടി ഇതൊക്കെ കൊടുക്കണം. സ്പാ കെയർ അവർക്ക് നമുക്കറിയാലേ, നമ്മൾ വീട്ടിലൊക്കെ കുറഞ്ഞ കുട്ടികളെ കുറച്ച് നാളത്തേക്ക് അവര് അത് യൂസ് ചെയ്യും. അതായത് അവിടെ കെയർ കൊടുത്ത് അവർക്ക് ഫീഡിങ് ഒക്കെ അനുവദിച്ചതിന് ശേഷം കുട്ടിയുടെ ഡെവലപ്മെന്റിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള കെയറുകൾ കൊടുക്കണത് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇഫ് ദ ബോർഡ് ഡ്രൈ ആൻഡ് ക്ലീൻ, ദ കെയർ പ്രൊവൈഡർ ഷുഡ് റിസീവ് ദ ന്യൂബോൺ അറ്റ് ഗിവൺ ഇന്റർവെൽസ് ആഫ്റ്റർ. ഇപ്പോഴും നമ്മൾ ഓരോ ഇന്റർവെൽസിനനുസരിച്ചിട്ട് ഇവരെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. വീണ്ടും ലേബർ റൂമിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുൻകരുതൽ പ്രോട്ടോകോളുകൾ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നന്നാക്കിയിട്ട് ഉപയോഗിച്ചിട്ടായിരിക്കണം കയറേണ്ടത്. അവർക്ക് അതിനനുസരിച്ചുള്ള ഷൂവും ഡ്രസ്സുകളും ഒക്കെ ധരിച്ചിട്ടായിരുന്നു. ചിലപ്പോൾ ഇൻ കേസ് ഒരുപാട് പേർക്കൊന്നും കയറാൻ പറ്റില്ല. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മെയിൽ സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കെട്ടിയിട്ടേക്ക് പോകണം. പേഷ്യന്റിന്റെ പ്രൈവസി ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് എന്താണ് നമ്മുടെ ഇതില് പ്രോട്ടോകോൾ പറയുന്നത്. ലേബർ റൂമില് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കുറെ കാര്യങ്ങൾ. വർക്കിംഗ് എന്താ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായ പ്രോട്ടോകോളുകളൊക്കെ, അതായത് അവരതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ധരിക്കേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ വീണ്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള വീണ്ടും സൂപ്പർവൈസിങ്ങുമായി ബന്ധപ്പെട്ട അതിന് കുറച്ച് പേര് മാസത്തിൽ 2 പ്രാവശ്യം കാണാം, അല്ലെങ്കിൽ വീക്കിലി 2 പ്രാവശ്യം കാണുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡെയിലി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മീറ്റിംഗ് കൂടണം. കൂടുതലായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ അവലോകനങ്ങൾ നടത്തിയതിനു ശേഷം പുതിയ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ക്ലീനിങ് നിലനിർത്തി കൊണ്ടുപോകാൻ, അതേമാതിരി തന്നെ കുട്ടികളെ പ്രോബ്ലം ഇല്ലാതെ അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും പെടാതെ തന്നെ രോഗികളെ കൃത്യസമയത്ത് പറഞ്ഞേക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന രീതിയിലുള്ള മുൻകരുതലുകളൊക്കെ കാര്യമൊക്കെയാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇൻ കേസ് എനിവേ നമ്മളുടെ ഇത് ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്തതാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന തന്നെ എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ലേബർ റൂമിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഉള്ള കാര്യങ്ങൾ കൂടി ഇത് വായിക്കുന്നതോടൊപ്പം മനസ്സിലാക്കി വരും. ഓക്കെ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല, അതാണ് നമ്മളുടെ ഒരു ചെറിയ ഇതുള്ളത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഞാൻ ഓർക്കുന്നത് നെക്സ്റ്റ് അവർ
അതായത് മൺഡേ ഉണ്ടാവുള്ളൂ എനിക്ക് അവരെ എനിക്ക് ക്വസ്റ്റ്യൻസ് തരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് തരാനുള്ളത്. അത് മാത്രമല്ല നിങ്ങൾ നെക്സ്റ്റ് അവർ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിടത്തോളം ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് അത്രയും പഠിച്ചും കഴിയുമല്ലോ. വെറുതെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നോക്കിയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇപ്പോഴും സമയം ഒരു ചെറുതായിരുന്നു. അതായത് അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയോ? നെക്സ്റ്റ് ടൈം ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയോ? 12 മണി വരെ ഇരിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയോ? പറയൂ. അൺമ്യൂട്ട് അല്ലേ? പറയാം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും ജസ്റ്റ് എടുത്തിട്ടായിരുന്നു, പക്ഷെ അത് വിളിക്കാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ടോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അതും ഇതുമാതിരി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോണോ? സമയം കിട്ടുന്നില്ല. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലും നമുക്ക് നോക്കാം. എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? കുറച്ച് നേരം നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ റിവൈസ് ചെയ്യാം. ഞാനൊന്ന് ക്വസ്റ്റ്യൻസ് തുടങ്ങി വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് എന്തായാലും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ കുറച്ച് ഭാഗം തുടങ്ങിയിട്ട് അതൊക്കെ ഒന്ന് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് നമ്മൾ അവിടെയുള്ള സ്റ്റാഫുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് സ്റ്റാഫുകളെ എങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കാര്യം ചെയ്യാം. അതായത് ഒരു സ്ഥാപനമാണെങ്കിലും ഏത് നഴ്സുമാരാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്, അവർക്ക് എത്രത്തോളം ഡ്യൂട്ടിയാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് കുറെ രോഗികളെ എണ്ണത്തിലല്ല, നമുക്കറിയാം രോഗികളുടെ ആ ഒരു നോക്കേണ്ട ഒരു ഇതിനെ അനലൈസ് ചെയ്തിട്ടാണ് നഴ്സുമാരെ തീരുമാനിക്കാൻ പറ്റുക. ചില രോഗികൾക്ക് നമ്മൾ പറഞ്ഞു, ചില രോഗികൾക്ക് സെൽഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് ചെറിയൊരു പരിചരണത്തിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അതേസമയം ചില രോഗികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും കൈകാര്യം ചെയ്യും. ഈ പറഞ്ഞോളം നഴ്സുമാരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരാം. ചില രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ രോഗികളുടെ എണ്ണത്തിലല്ല കാര്യങ്ങളും ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്യാനായിട്ട് നഴ്സിന് എത്രത്തോളം പറ്റും എന്നുള്ള എത്ര സമയം ഇവർക്ക് ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നഴ്സുമാരെ തീരുമാനിക്കേണ്ടതായിട്ട് വരിക. അതിനനുസരിച്ചുള്ള അവരുടെ പ്രാക്ടീസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ് സ്റ്റാഫ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ്സ് പറഞ്ഞത്. അതിൽ എന്താണ് സ്റ്റാഫിംഗിൽ പ്രധാനമായിട്ടും പറഞ്ഞത് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയീസ്. അതായത് നമ്മള് ആ റിലേഷൻഷിപ്പ് ഇവരെ മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് അറിയാൻ പറ്റും ഇത്തരം എംപ്ലോയീസിന് ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് അവർ സ്റ്റാഫിങ്ങിനെ എത്ര സ്റ്റാഫിനെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ സ്റ്റാഫിംഗ് പ്രോസസ് എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്? ആദ്യമായി തന്നെ നമ്മൾ പറയാണ് നഴ്സിംഗ് കെയർ നീഡഡ് ബൈ പേഷ്യന്റ് ആൻഡ് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് പേഴ്സൺ ഫ്രം ദ ഒബ്റ്റീനൽ ആപ്ലിക്കൻസ്. അതായത് നമ്മൾ കിട്ടിയ ആപ്ലിക്കൻസിൽ നിന്നാണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതായത് അവരെ നോക്കൂ എത്രത്തോളം ആപ്ലിക്കേഷനാണ് ഉള്ളത്, അവരുടെ കഴിവുകൾ എങ്ങനെയാണ്, അവരെ കൊണ്ടുവന്ന് ഈ പേഷ്യൻസിനെ കെയർ ചെയ്യാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽപ്പിന് അതായത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഇവരെ യൂസ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് നോക്കിയിട്ടാണ് സ്റ്റാഫിനെ കൃത്യമായിട്ട് നമ്മൾ നിയമിക്കുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് ഈസ് ലോജിക്കൽ ഓപ്പറേഷൻ, അതൊരു ലോജിക്കലായിട്ടുള്ള പ്രവർത്തനമാണ്. മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. റെഗുലേറ്ററി ടൈപ്പ് ആൻഡ് എമൗണ്ട് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്, സെലക്ടിംഗ് ആൻഡ് അപ്പോയിന്റിംഗ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. ഈ തിരിയുന്ന ആപ്ലിക്കേഷൻസിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ വ്യക്തി ഏബിൾ ആണോ എന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും അവർക്ക് സർവീസ് ആണ്, അല്ലെ നല്ല ഒരു കെയർ കൊടുക്കാനായിട്ട് കഴിവുള്ള പേഴ്സണെയാണ് സെലക്ട് ചെയ്യുക.
അതേമാതിരി തന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നോളജ് ഇതെല്ലാം നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ടും കൂടി അതേമാതിരി തന്നെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നഴ്സുമാർക്ക് അത് അവരുടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ജോലി കൈകാര്യം ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും കൂടി ഇവര് നോട്ട് ചെയ്യും. ഈ മാനേജ്മെന്റ് പ്രോസസ് കോഴ്സിംഗ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ നഴ്സിംഗ് കെയർ സർവീസിന്റെ മോസ്റ്റ് പ്രധാനമാണ്. എപ്പോഴും നല്ല രീതിയിലാണ് ഇവര് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുള്ളൂ അല്ലെ. ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ ആധുനികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഇവർ അനലൈസ് ചെയ്യുക. എപ്പോഴും ഇവർക്ക് സർവീസ് മൂവ്മെന്റ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇവര് നഴ്സുമാരെ എടുക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നഴ്സിംഗിന്റെ ക്വാളിറ്റി, യൂട്ടിലൈസേഷൻ, ഉപയോഗം ഇതെല്ലാമാണ് ഇവിടെ വീണ്ടും പറഞ്ഞത്. ഇതൊരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാപ്റ്ററിലേക്ക് ലയിക്കുമ്പോൾ അത് വീണ്ടും എന്താ പറയുക അവസാനം ആ ചാപ്റ്ററിന്റെ അവസാനം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് പല രീതിയിലായിരിക്കും അവരിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. സിസ്റ്റം ഓഫ് സാക്ഷര അപ്പൊ എല്ലാത്തിനും നമുക്കറിയാം ഈ നഴ്സിനെ തെരഞ്ഞെടുക്കുന്ന അപ്ലിക്കേഷനിൽ നിന്നാണ് അവർ ക്വാളിറ്റി നോക്കിയാണ്, അവർക്ക് കഴിവുണ്ടോ നോക്കിയാണ്, എന്താ പറയുക മറ്റ് സ്കിൽ വർക്കുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം. സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്ങിലും അതൊക്കെ തന്നെയാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് അവർക്ക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് നമ്പർ ഓഫ് ബെഡ്സ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ നഴ്സിനെ ചെയ്യുന്നത്, സെൽഫ് കെയറോ മിനിമൽ കെയറോ ഫുഡ് കെയറോ ഇന്റൻസീവ് കെയറോ ഇതെല്ലാം കൊടുക്കേണ്ട പേഷ്യൻസിനെ ആണോ എന്ന് അവർക്ക് എത്രത്തോളം സ്റ്റാഫും വേണ്ടി വരും. നമുക്കറിയാം സെൽഫായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ആണ് ഭൂരിഭാഗം എങ്കിലും നഴ്സുമാർക്ക് വലിയ ഡ്യൂട്ടി ഇല്ല അല്ലെ. അതേസമയം സെൽഫ് മിനിമം കെയർ എങ്കിലും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടി വരും. ചില പേഷ്യൻസിനാണെങ്കിലും മെഡിസിൻ എടുത്തത് മാത്രമല്ല ഫുഡ് വരെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ട റൈസ് ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചിലപ്പോൾ ഫീഡിംഗ് ഒക്കെ നടത്തുന്നതെങ്കിൽ അവർക്ക് ഫുൾ കെയർ കൊടുക്കേണ്ടത് വരും. അപ്പൊ അത് ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റാഫുകളെ എത്രത്തോളം സ്റ്റാഫുകളെ അവിടെ ആവശ്യമെന്ന് വരിക എന്നത് തീരുമാനിക്കാനായിട്ട്. ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയറിംഗ് കോഴ്സ് അതിൽ ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ടതുണ്ട്, ഇൻഡയറക്റ്റ് കെയർ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് വലിയ പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടിയിട്ട് വേണം കെയർ കൊടുക്കാനായിട്ട്. ഇത് പിന്നെയും പറയുന്നത് ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് അസംബ്ലി സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ് സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, writing and reporting patient records, reporting consulting discharge plans etc. അതായത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ടീമിലെ മെമ്പേഴ്സിനൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതായത് ആ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഡിസ്ചാർജ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പറയുന്നത്. പിന്നെ സെൽഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിവരിക്കാം. കുറച്ചും കൂടി ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതെന്നെ റിവൈസ് ചെയ്ത് തന്നെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ കേട്ടിരിക്കലും മാത്രമാണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ വളരെ റിവൈസ് ചെയ്യാം. നിങ്ങൾ തന്നെ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഡൗട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാനാണല്ലോ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ പറയുമ്പോൾ ഡൗട്ടും കൂടി ക്ലിയർ ചെയ്ത് പോകാനൊക്കെ സാധിക്കും. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ ഒരുങ്ങി വരിക. പിന്നെ 2 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ. ഓക്കെ, ഇനി മോർണിംഗിൽ ഉണ്ടാവില്ല കേട്ടോ, സെക്ഷന്റെ ക്ലാസ് ഉണ്ടാവില്ല. മൺഡേ കണ്ടിട്ടാണ്.